വീക്കെൻഡ് അല്ലേ, ഞാനൊരു മിനി സദ്യ ഉണ്ടാക്കാൻ പോവാ കേട്ടോ. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നല്ല ഒന്നാന്തരം കുത്തരി കഴുകിയ വെള്ളമില്ലേ, അത് നിങ്ങൾ എന്താ ചെയ്യാറ്? ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഈ അരി കഴുകിയ വെള്ളമില്ലേ അതിനകത്തോട്ടിട്ട് എന്റെ പ്ലാന്റ്സുകൾക്കും ഞാനൊരു നല്ല സദ്യ ഉണ്ടാക്കി കൊടുക്കും. കാണിച്ചു തരട്ടെ എങ്ങനെയാ എന്റെ പ്ലാന്റുകൾക്ക് ഞാൻ സദ്യ കൊടുക്കുന്നതെന്ന്? വാ, കാണിച്ചു തരാം. ഈ ഫസ്റ്റ് വെള്ളമില്ലേ, ഇവനെ ഒന്ന് കഴുകുന്നേ. ഈ ഫസ്റ്റ് വെള്ളം നമ്മള് കഴുകി അങ്ങ് കളയണം കേട്ടോ. ഈ ഫസ്റ്റ് വെള്ളം, കാരണം ഇതിനകത്ത് ഒരു ഡേർട്ടൊക്കെ കാണത്തില്ലേ, ഇതിനകത്ത് ഡേർട്ടൊക്കെ കാണും. അത് നമുക്കങ്ങ് കളയാം. ഇവനെ നമുക്ക് വേണ്ട. ഇനി നമ്മൾ എടുക്കുന്ന വെള്ളം നല്ല ഭംഗിയായിട്ട് തിരുമി അങ്ങോട്ട് കഴുകുക. ഫസ്റ്റ് വാഷ് ചെയ്തത് ഞാൻ കളഞ്ഞു, സെക്കൻഡ് വാഷ് ചെയ്തു, തേർഡ് വാഷ് ചെയ്തു. പിന്നെ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അരി കുറച്ചു നേരം, ഈ അരി നമുക്ക് ഫിൽറ്റർ വാട്ടറിൽ അല്പനേരം കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം എടുക്കാമെങ്കിലും കൂടുതൽ അത് ന്യൂട്രിയന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ കുതിർത്ത് വെച്ചെടുക്കാറില്ല. ഇങ്ങനെ കഴുകി ഫസ്റ്റ് കഴുകുന്നത് ഞാൻ കളയും, സെക്കൻഡ് വാഷും തേർഡ് വാഷും ഇങ്ങനെ അങ്ങോട്ട് കളക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ അരി കഴുകിയ വെള്ളം റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെ ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് നല്ലോണം സ്റ്റാർച്ചിന്റെ അംശമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്ത് വേണം ചെടികൾക്ക് കൊടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഇവന് നമുക്ക് കൂടുതൽ ന്യൂട്രിയൻസ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വൈറ്റമിൻസും മിനറൽസും നല്ലോണം ഉണ്ട് ഈ അരി കഴുകിയ വെള്ളത്തില്. പക്ഷെ ഇവർക്ക് ഇച്ചിരി കൂടെ കാൽസ്യം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ മുട്ടത്തോട്, ഇത് ശരിക്കും പറഞ്ഞാല് ടീ ലീവ്സും അതുപോലെ തന്നെ മുട്ടത്തോടും ഒരേ അളവിൽ എടുത്തിട്ട് അവരെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. ഇത് നല്ല സൂപ്പർ കാൽസ്യം കണ്ടന്റ് ആണ്. ഇവനെ നമുക്ക് ഒരു 2 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കണ്ടോ, ബനാന പീല്, പഴത്തൊലി, ഒരു 2 പഴത്തിന്റെ തൊലിയാണ്. 2 പഴത്തിന്റെ തൊലി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവരെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത്രയും തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇവര് ഡയലൂട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുവാണേ. ഇനി ഇവരെ നമുക്ക് അടച്ച് അവിടെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് അരിച്ചെടുത്ത് ചെടികളുടെ ചുവട്ടിൽ നന്നായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇലകളിൽ ഞാനിത് സ്പ്രേ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാല് ഒന്നാമത് ഇതിനകത്ത് സ്റ്റാർച്ച് കണ്ടന്റും കൂടെ ഉള്ളതുകൊണ്ട് ഇലയിലൊക്കെ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് അത് ഇരിക്കും, ഉണങ്ങി പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ചെടികളുടെ ചുവട്ടിൽ, അതും ചുവട്ടിൽ നിന്ന് ഇച്ചിരി ഒന്ന് മാറ്റി. അപ്പൊ നമ്മളുടെ പ്ലാന്റ്സിനുമുള്ള സദ്യയായി. ഇതിപ്പോ നമ്മൾ അരി കഴുകിയ വെള്ളത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇനി അടുത്ത ചോറ് വേകുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിന്റെ കഥയുമായി ഞാൻ വീണ്ടും കാണാം കേട്ടോ.